ഹലോ, ഡേയ്സീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ സ്വന്തം ഡിഷായ ഒരു ഡിഷ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെമ്മീൻ മുരിങ്ങക്ക അവിയൽ എൻ്റെ സ്വന്തം ഡിഷാണ്. ഇനി ഞാനൊരു 150 ഗ്രാം ചെമ്മീൻ ഉപ്പും മഞ്ഞളും ഇട്ട് തിരുമ്മി കഴുകി നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് മണം പോകാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് പുരട്ടി വെച്ച് ഒരു 5-6 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക 2 വലിയ മുരിങ്ങക്ക, ഇതിന് എരിവിന് വേണ്ട പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട്. പൊട്ടാറ്റോ ഓപ്ഷനിൽ മാത്രമാണ്. ഞാൻ ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ പൊട്ടാറ്റോ, ഒരു വലിയ സവാള, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു വലിയ അരമുറി തേങ്ങ, ഒരു സ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു അരമുറി ഉള്ളി, ചെറിയ ഉള്ളി തന്നെ അതിന് വേണം. ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് പുളിവെള്ളം, പാകത്തിന് ഉപ്പ്, മഞ്ഞൾ. ഇത്രയും ഐറ്റംസാണ് ചെമ്മീൻ മുരിങ്ങക്ക അവിയൽ ഉണ്ടാക്കാനുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം പൊട്ടാറ്റോ ഇടണം. പാത്രത്തിൽ കറി വയ്ക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലാദ്യം പൊട്ടാറ്റോ ഇട്ട് അതിൻ്റെ മേളിൽ ചെമ്മീൻ ഇട്ടു. ചെമ്മീൻ ക്ലീൻ ചെയ്ത് ചെമ്മീൻ ഇട്ടു. അത് കഴിഞ്ഞ് ഉള്ളി അത്യാവശ്യം ഇച്ചിരി വലിയ പീസായിട്ടാണ് ഉള്ളി ഇട്ടു. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു 10-12 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് മഞ്ഞൾ, ആവശ്യത്തിന് മഞ്ഞൾ, ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്, ആവശ്യത്തിന് കല്ലുപ്പ്. പിന്നെ അതിൻ്റെ മുകളിൽ മുരിങ്ങക്ക. മുരിങ്ങക്ക ഇട്ടു. ചെമ്മീനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ വെള്ളം ഇറങ്ങി വരും. പിന്നെ വേണമെങ്കിൽ ഒഴിക്കാം കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഒരു കതിര് കറിവേപ്പില ഇപ്പോഴേ ഇടുന്നുണ്ട്, പിന്നെ ലാസ്റ്റിലിടാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. അപ്പോൾ എല്ലാം വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. തേങ്ങ, ജീരകം, ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഒരു അരമുറി, അത് നല്ല പകുതി അരഞ്ഞാൽ മതി. അവിയലിൽ അരയ്ക്കുന്ന പോലെ തന്നെ. നന്നായി തിളച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് താത്തി വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് വേവും. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് ചേർക്കാണ്. തേങ്ങ ചേർത്തു. ആവശ്യത്തിന് പുളിവെള്ളം, ഞാൻ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം, ചെറിയ പുളി മതിയാവും. പുളിയേക്കാളും ടേസ്റ്റ് മാങ്ങയാണ്. മാങ്ങ കിട്ടിയില്ലെങ്കിൽ പുളി ചേർത്താൽ മതിയാവും. ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തേങ്ങയും ഇച്ചിരി പുളിവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ ഒരു പച്ച ചുവ മാറണ വരെ ഒന്ന് നന്നായി തിളപ്പിക്കാം. തിളച്ചിട്ട് സാധാരണ അവിയലിന് പച്ച വെളിച്ചെണ്ണയാണല്ലോ ഒഴിക്കുക, അതുപോലെ തന്നെ കടുക് വറുക്കേണ്ട ആവശ്യമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാൽ ചെമ്മീൻ മുരിങ്ങക്ക അവിയൽ കഴിയും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ആരും മെസ്സേജൊന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
ഉപദേശങ്ങളും അഭിപ്രായങ്ങളും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും മെസ്സേജ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഓക്കെ, കഴിഞ്ഞു. അത്യാവശ്യം നന്നായി തിളച്ചു. അങ്ങനെ മുരിങ്ങക്ക ചെമ്മീൻ അവിയൽ റെഡി. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടാൽ കഴിഞ്ഞു. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്, 2 സ്പൂൺ ചേർത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ മുരിങ്ങക്ക ചെമ്മീൻ കറിയുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം മുരിങ്ങക്ക ചെമ്മീൻ അവിയൽ ടേസ്റ്റ് നോക്കാം. കുറച്ച് മുരിങ്ങക്ക, കുറച്ച് ചെമ്മീൻ, മുരിങ്ങക്ക. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സെയിം അവിയലിൻ്റെ അതേ ടേസ്റ്റ് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നന്നായിരിക്കുന്നു, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.